നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ ചിലപ്പം പലർക്കും കുരുപൊട്ടിയേക്കാം. അത് എൻ്റെ തെറ്റല്ല. കാരണം ഈ തള്ളു വണ്ടിയായിട്ട് വരുന്ന നമ്മുടെ തള്ളണ്ണോടല്ലോ, നമ്മുടെ ആന്റണി ചേട്ടൻ ആണ് ദൃശ്യം 3. ഇന്നും ആശീർവാദ് തിയേറ്ററിൽ 10-16 ഷോസ് ഇപ്പോഴും ഫുള്ളാണ്. കാരണം അവിടെ ആശീർവാദ് സിനിമാസിൽ മാത്രം ഈ പ്രേക്ഷകർ ഇങ്ങനെ ഇടിച്ചുകൂത്തി നിൽക്കുകയാണ് ദൃശ്യം 3 കാണാനായിട്ട്. അത്യാവശ്യം മോശമല്ലാത്ത കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ലാലേട്ടൻ ഒഫീഷ്യലായിട്ട് 2 ദിവസത്തേക്ക് മുമ്പിട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. 7 days ദൃശ്യം 3 200 crores എന്നാണ് നമ്മുടെ ലാലേട്ടൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ പല ലാലേട്ടൻ്റെ ഫാൻസ് ഗ്രൂപ്പുകളിലും വരുന്ന ഒഫീഷ്യലായിട്ട് വരുന്ന ഇപ്പോഴത്തെ ഒരു ഇത് നമ്മുടെ ലോക സിനിമ 10-35 ദിവസം കൊണ്ടാണ് 300 കോടി ക്ലബിൽ കയറിയത്. പക്ഷേ വെറും 9 ദിവസം കൊണ്ട് ഈ സിനിമ 300 കോടി ക്ലബിൽ കയറി എന്നാണ് പറയുന്നത്. അതായത് 7 ദിവസം കൊണ്ട് സിനിമ 200 കോടി ക്ലബിൽ കയറി. പിന്നെ 2 ദിവസം കൊണ്ട് സിനിമ 100 കോടിയാണ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു വലിയൊരു റെക്കോർഡ് തന്നെയാണ്. ഇത് ആശീർവാദ് സിനിമാസിനല്ലാതെ വേറൊരു സിനിമയ്ക്കും ഇത് സാധിക്കത്തില്ല എന്നുള്ളത് പ്രൂഫ് തെളിയിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാമല്ലോ, കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുകയും പൊട്ടന്മാരാക്കുകയും ചെയ്യുന്ന ഈ മരക്കഴുതയോടെ നമ്മൾ എന്താണ് പറയേണ്ടത്? എന്താണ് ഇതിനൊരു മറുപടി കൊടുക്കേണ്ടത്? ഇവന്മാരെ പോലെ തലയ്ക്കകത്ത് ഇത്രയും വെളിവില്ലാത്ത ഫാൻസുകാർ വേറെ ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന് വേണം പറയാം. സത്യം, കഴിഞ്ഞ ദിവസം നമ്മൾ 2 സിനിമകളാണ് തിയേറ്ററിൽ വന്നത്. ഒന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കാട്ടാളൻ എന്ന സിനിമ നമ്മൾ കണ്ട് സത്യം പറയാം നമ്മുടെ കിളി പോയി എന്ന് വേണം പറയാൻ. കാരണം 10 പൈസക്ക് കൊള്ളാത്ത ഒരു സിനിമ. പക്ഷെ ഇന്നലെ ഞാനൊരു സിനിമ പോയി കണ്ടു. തമിഴ് സിനിമയാണ്. നമ്മുടെ ആക്ഷൻ കിങ് ആയിട്ടുള്ള നമ്മുടെ അർജുൻ്റെ സിനിമ ബ്ലാസ്റ്റ്. ഒന്നും പറയാനില്ല. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാണല്ലോ വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാൻ. സിനിമ നമ്മൾ തുടങ്ങിയ അവസാനം വരെ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കും. അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി, കുടുംബം മൊത്തത്തിൽ പൊരിഞ്ഞടി നടക്കുന്ന ഒരു കിടിലൻ സിനിമ. തുടക്ക ദിവസം സിനിമയ്ക്ക് ആളില്ലായിരുന്നു. പക്ഷേ സിനിമയുടെ റിവ്യൂ പുറത്തു വന്നതിന് ശേഷം ഇപ്പം നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്ക് ആളുകൾ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ദൃശ്യം 3ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 500 കോടി ക്ലബിലേക്ക് കയറുന്ന കേരളത്തിലെ ആദ്യത്തെ സിനിമയായിരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ദുരന്തറിൻ്റെ റെക്കോർഡ് വരെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അതുപോലത്തെ നല്ല ഒന്നാന്തരം തള്ളു വണ്ടിയാണ് കൂടെ ഉള്ളത്. ഇതുപോലത്തെ ഒരു പ്രൊഡ്യൂസറിന് മറ്റു നടന്മാർക്ക് കിട്ടാത്തതിൽ വലിയ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഇവർക്കേ സാധിക്കത്തുള്ളൂ. ഇവർക്ക് മാത്രം സാധിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ആശീർവാദ് സിനിമാസിൻ്റെ സിനിമകൾക്ക് മാത്രം കിട്ടുന്നത്. ഇതിനു മുമ്പ് 2-3 സിനിമകൾ വന്നായിരുന്നല്ലോ അല്ലേ? ലാലേട്ടൻ 45 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടൊരു സിനിമ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ അല്ലേ? ആ സിനിമയുടെ ഒരു അവസ്ഥ എന്തായി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ക്യാമിയോ റോളിൽ നമ്മുടെ ലാലേട്ടൻ എത്തിയ ഒരു സിനിമയായിരുന്നു ഭയം ഭക്തി ബഹുമാനം. അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതും എല്ലാവർക്കും അറിയാം അല്ലേ? അതൊന്നും ഈ പറയുന്ന കമ്പനി അല്ലായിരുന്നു. ഈ ബറോസ് ആശീർവാദ് സിനിമാസിൻ്റെ തന്നെ ആയിരുന്നു. അപ്പം അതിനകത്ത് പോയിട്ടുള്ള പൈസ നമ്മളിത് ഈ സിനിമയിലൂടെ തിരിച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ 300 കോടി അല്ലെങ്കിൽ 200 കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടാക്സ് കൃത്യമായിട്ട് സർക്കാരിന് അടച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സിനിമയിൽ ഈ 300 കോടി ഇറക്കി ചിലവാക്കാമല്ലോ അല്ലേ? കേരളത്തിലെ ജനങ്ങളുടെ തലയ്ക്കകത്ത് അല്പമെങ്കിലും ബൾബ് മിന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ കുരുപൊട്ടുന്ന നമ്മുടെ ഫാൻസുകാരോട് പറയാനുള്ളത്, എടാ നിന്നെപ്പോലൊക്കെ ഇങ്ങനെ തള്ളാൻ വേറൊന്നും ഈ ഭൂമി മലയാളത്തിൽ വേറൊരാളില്ല. ഇനി ഒരാൾ പിറക്കേണ്ടി വരും കേട്ടോ. പിന്നെ പലരും വന്നിട്ട് ഇപ്പോൾ കമൻ്റ് ഇടും, തള്ളിയാണെങ്കിലും മറിച്ചാണെങ്കിലും ഞങ്ങൾ 200-300 കോടിയൊക്കെ കയറുന്നു. ഇപ്പോൾ ലോകയുടെ റെക്കോർഡ് ഇപ്പോൾ ഏകദേശം തീർന്ന് ഒരു തീരുമാനമായിട്ടുണ്ട്. എന്താണേലും നമ്മുടെ മമ്മൂക്കാക്ക് 100 കോടിയില്ല, മമ്മൂക്കാക്ക് ഇനി എപ്പോൾ 100 കോടി ഉണ്ടാവും എന്നൊക്കെ വന്നിരുന്ന് കരയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, എടാ മലയാളത്തിലൊരു സിനിമ എടുത്തിട്ട് ആ സിനിമയ്ക്ക് എത്ര രൂപ കേരളത്തിൽ കളക്ഷൻ കിട്ടുമെന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. തള്ളാതെയും ഉന്താതെയും കൃത്യമായിട്ടുള്ള കണക്കുകൾ അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അവർ സിനിമ ചെയ്യുന്നുണ്ട്, അവർക്ക് സിനിമയ്ക്ക് ലാഭവും കിട്ടുന്നുണ്ട്. അത് മാത്രം പോരെ, പിന്നെ നമ്മുടെ മലയാളികൾക്ക് നല്ല നല്ല സിനിമകൾ കാണാമല്ലോ. ആണ് മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതി. അല്ല 300 കോടി 500 കോടി ക്ലബിൽ കയറുന്നുണ്ടോന്നല്ല മലയാളികൾ നോക്കിയിരിക്കുന്നത്. അവർക്ക് നല്ല സിനിമകൾ കാണണം, അവർക്ക് എൻജോയ് ചെയ്യണം, അവർക്ക് തിയേറ്ററിൽ വരണം, കുറച്ച് ഒരു 2.5 മണിക്കൂർ കുടുംബമൊത്തിരുന്ന് അവർക്ക് സിനിമ ആസ്വദിക്കണം. ഇതേ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താണേലും ഇതുപോലത്തെ ഒരു തള്ളുവണ്ടി നമ്മൾ ലൈഫിൽ കണ്ടിട്ടില്ല. അടുത്ത ഒരു സിനിമയ്ക്ക് ഇതിലും വലിയ തള്ളുവായിട്ട് വരും. അത് കാണാം, കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.